വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ നമ്മൾ പായസം ഉണ്ടാക്കാനായിട്ട് പോകട്ടെ. സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ സേമിയ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഏലക്കായ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ജലദോഷം ചുമയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ശബ്ദത്തിലൊക്കെ ഒരു മാറ്റമുണ്ട്, ചുമ ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാ അതിലോട്ട് ആവശ്യമായ പാല്, പഞ്ചസാര ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സേമിയ വറുത്തെടുക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് നമ്മൾ സേമിയ വറുത്തെടുക്കുക കേട്ടോ. അപ്പോൾ വറുത്ത് മാറ്റി വെച്ചു. ഇനി നമ്മൾ ഗ്യാസിലോട്ട് പാത്രം വെച്ചിട്ട് നമ്മളിതാ പാലൊഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഏലക്കായ കുത്തിയെടുക്കാതെ മിക്സിൻ്റെ ജാറിലോട്ട് ഒരു നുള്ളു പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ പാല് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ പാലെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ സേമിയ ചേർത്ത് കൊടുക്കുകയാണ്. സേമിയ ചേർത്ത് കൊടുത്തു. കൂടുതൽ നമ്മൾ പൊടിച്ച് വെച്ച ഏലക്കായും പഞ്ചസാരയും കൂടിയും അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ സേമിയ പായസം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതിക്ക് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പെല്ലാം വറുത്ത് കോരി സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ആവശ്യമായ മുന്തിരിയും കൂടി വറുത്തെടുക്കുക കേട്ടോ. നമ്മളത് പായസത്തിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ടാണ് നമ്മൾ മിൽക്ക് മെയ്ഡ് ചേർത്തെടുക്കുന്നത്. മിൽക്ക് മെയ്ഡും കൂടി ചേർത്തെടുക്കുകയാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ പായസം എല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.